When beauty meets the beast, meet. ഞാനെന്നാ പോയി വെട്ടട്ടെ ബാക്കി പിന്നെ വിട്ടു. പക്ഷെ എന്തൊരു സാധനോടാ. എടി ഇതൊക്കെ ഫ്രീ ആയിട്ട് വന്നാൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെയൊക്കെ മെയിൻ്റെനൻസ് കോസ്റ്റ്. അതാണ് സത്യം. എവിടെടാ വീഡിയോ? ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടായിരുന്നല്ലോ. ആ മണ്ടേലെ ഇത് കാറ് ഇതേതോ? അതല്ലേ ഇത് മലയാളം ഇതാരാ? എന്തായാലും ഇട്ടല്ലേ കുഴൽ നമ്മള് ഇവിടെ 8ന്റെ കുഴലുണ്ടായിരുന്നല്ലോ. ഇവിടെ 8ന്റെ കുഴൽ ഇതേ കാണണോ? എല്ലാരും ഉള്ളിലോട്ട് വരുമോ? ഇത് 4 കുഴല 8 കുഴൽ എനിക്കുണ്ട്. ആരോഗ്യം കവരുന്ന നീല കളർ സാധനം വന്നു എത്തി. ഞങ്ങൾ കുതിരപ്പുറത്ത് വൃത്തത്തിലേക്ക്. ഓ ഇത് മൊബൈൽ പബ്ജി മൊബൈൽ. ഓക്കെ 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 ഓക്കെ. എടാ എവിടെടാ സാധനം? ഇവിടെ ഇതല്ലേ? ഇത് കണ്ടാ സി കണ്ടായിരുന്നോ? എന്തിനാടാ അവിടെ നിന്ന് കുഞ്ഞ് താളം കളിച്ചത്? ഓട്ടിക്കാൻ പറ്റുന്ന വണ്ടി സീറ്റ് വണ്ടി പോന്ന് വണ്ടി പോന്നറിയാ ആരെങ്കിലും പറഞ്ഞോ? ചാറ്റ് വായിക്കണ്ടാ. കണ്ടോ? ആള് ചാറ്റ് നോക്കി കണ്ടുപിടിച്ചാണ്ടാ. അതെ ശരി. ഇതാണാ യുവർ ഇത് കേട്ടെ. അതിനകത്തുണ്ട് ഇത് മൂലിക്കിരിക്കുന്നേ. ഇവിടെ 10 കിലോ. ഇത് സരക്കണ്ണന്റെ ലോബി അല്ല, അപ്പം ഇത് ഇവരെ ലോബിയാണ്. ഈകള് സരക്കണ്ണ ഇല്ല. വിഷയോ ഇത് വേറെ. ഇതാണോ? ഇത് പണ്ടത്തെയാണ്, അത് ഇപ്പോഴത്തെയാണ്. ഇതാണോ? ഇത് കഴിഞ്ഞ 2 നോക്കണ്ടോ? അപ്പൊ രാവിലെ വിഷയം കളി നടക്കുകയാണല്ലോടാ. ഒരു സ്ലോട്ട് ഒപ്പിക്കണമല്ലോ. എന്റെ ഗോഡ് ബാബ്സിന്റെ പ്ലേസ് ഇറക്കേണ്ടി വരുമല്ലോ. എന്ത് ചാൻസ് കുറവ്? ചാൻസ് ഒക്കെ ഞാൻ ഒപ്പിക്കും. നമ്മള് വേണം തുറച്ചു കഴിഞ്ഞാ ഒപ്പിക്കും. സരക്കണം ട്രോളുണ്ടല്ലോ. ഇത് ഞാൻ ഗ്രൂപ്പിലെവിടെ കണ്ടാ? ഫുള്ള് കണ്ടില്ല. സരക്കണ്ണുണ്ടോ ടീമില്? സരക്കണ്ണ കോളിലെന്തോ ഉള്ള ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത്. അച്ഛൻ ഓടി വന്ന് എനിക്ക് ഒന്നും ഇല്ല ഹീലൊന്നും ഇല്ല. വീട് കയറി പറക്കണ മൈരേ. ഞാൻ നീ എന്തിനു കാണിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഓരോ വീട്ടിൽ ഓടിക്കേറി പറക്ക്. ഞാൻ ഓരോ വീട് കയറി പറക്കണതാണ് എന്റെ ലൂട്ട്. നീ ഓരോ വീട് കയറി പറക്കുന്നത് നിന്റെ ലൂട്ട്. അല്ലാതെ പബ്ജിക്കകത്ത് എല്ലാ സാധനങ്ങളും അവിടെ കട്ടക്ക് കളിക്കണല്ലേ. നോക്കട്ടെടാ എന്തൊരു സീന് നോക്കട്ടെ. അതോ സിറ്റി കയറിയിട്ട് നോക്കട്ടെ, അതാണ് നല്ലത്. ആദ്യം സിറ്റി സൂപ്പർ സരക്കന്റെ വ്യൂ എന്ത് ചെയ്യ? ഞാൻ കാണാം. അല്ലെങ്കിൽ നോക്കട്ടെ. എനിക്ക് പറഞ്ഞു ടി വി ഫ്ലിക്സിലുണ്ടെന്ന്. നോക്കട്ടെ. സരക്കണം എന്റെ അടുത്ത്. സരക്കണം ഞാൻ ഇന്ന് സരയുടെ ബർത്ത്ഡേ വിഷയം വിളിച്ചപ്പോഴത്തേക്ക് കളിക്കാൻ കയറുവാന്ന് പറഞ്ഞു.
പറഞ്ഞെങ്കിൽ വാന്ന് പറഞ്ഞു, പക്ഷെ നീ അപ്പോഴേ കേറാനുള്ളായിരുന്നു കേട്ടാ. പിന്നീട് അതുകൊണ്ട് സ്ലോട്ടും കിട്ടൂല. ഫ്ലിക്സ് ഇതാണോ വാർ ആൻഡ് ലവ്? എനിക്ക് കണ്ടൂടാ. നിനക്ക് കേട്ടരാ, നിനക്ക് എല്ലാവർക്കും വിട്ടുതരാം. ഇതാണോ നോക്കിയോളെ കല്യാണേ? ഇതാണോ? ഓക്കെ 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 നോക്കട്ടെ. എന്തിനു തരക്കണ അറിഞ്ഞില്ല കേട്ടാ. ഇതെടുത്താ? play. ഇവിടെ അളിയാ സരക്കേ സ്കോഡിനെ പോയി ഏത് സീനടാ? 4:30. ഇതൊന്ന് കുറച്ച് അടിച്ചിട്ട്. ഇത് മറ്റേ വണ്ടിയിലെ സീനാണോ? റെഗുലർ സീറ്റ് അറിയത്തില്ല. ലൈക്ക് അടിക്കാത്തല്ലേ ലൈക്ക് അയ്യ ഈ സീനാണ് കണ്ടത്. എന്തിനാടാ അവിടെ നിന്ന് കുഞ്ഞ് താളം കളിച്ചത്? ഇതാണ് കണ്ടത്. ഇത് വണ്ടിയുടെ സീനാടാ. ഓക്കെ 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 ഓക്കെ. വേറെ സീനാടാ. ഓട്ടിക്കാൻ പറ്റുന്നില്ല വണ്ടി. ഇതല്ല ഇതല്ല കുറച്ച് അടിച്ചിട്ട്. ആരെങ്കിലും പറഞ്ഞോ സരക്കന് ഫോണും നോക്കിയിരിക്കുന്നു. അത് ഇതിന്റെ അകത്ത് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടെ. പോട്ട് കളിയാ സരക്കൊണ്ട് അടി എന്തൊരു അടിയടാ. അയ്യോ പറഞ്ഞു തീർന്നു. അവരെ അടിച്ചാലും രഘുലിന്റെ അടിയാണോ? രഘുല അടിച്ചത് ഈ റീകോയിൽ ഇല്ലടാ. രഘുലിനൊക്കെ 3x-ന് രഘുലൊക്കെ വിഷയം കളിയാട്ടാ. അപ്പൊ അതാണ് സരക്ക് 3x ഒക്കെ ഇട്ട് അടിക്കുന്നതാ സ്പ്രേ. അവരെ അടിച്ചാലോ കൊന്നു, പക്ഷെ ഇവര് റിവൈവ് ആളില്ല. ഏതറാ ഏതറാ നോക്കട്ടെ. ഇത് അവരിട്ടാണ്. കളിയാ കണ്ണച്ചി പറഞ്ഞിട്ടില്ലേ ആള് ശ്രദ്ധിച്ചില്ല കേട്ടാ. അത് എങ്ങനെയാണ് നീ രണ്ടുപേരും അടിച്ചിട്ട് കളിയാ കണ്ണച്ചി സീരിയസ് ആണ്. സീരിയസ് ആട്ടാ. അവന്റെ സ്ഥിര സാധനമാണത്. അതൊക്കെ വേണമെങ്കിൽ കോടി നടന്ന് വല്ല കൂരക്കാ. ഇത് ഇതാണ് ആ സീനല്ലേ? സരക്കണ്ടൊന്നും കേക്കല്ല. എല്ലാം ഞാൻ നിനക്ക് ഇനി പറക്കി തരാം. വേണമെങ്കിൽ കോടി നടന്ന് വല്ല കൂരക്കകത്തും കയറി പറക്കണം. ഞാൻ നിനക്ക് ഓരോന്ന് ഞാൻ ഇനി വീട് കയറി ഓരോന്നും പറക്കി എടാ കാര്യം മനസ്സിലായി. ഇത് ഞാനാ വീഡിയോ കോളില് കൊണ്ടുതരാം. അതാണെന്ന് തോന്നുന്നു. വളർത്തിയിട്ട് കല്യാണം കഴിച്ചു വിടാ അതിനകത്ത്. പിന്നെ എല്ലാം എന്റെ അടുത്ത് ഞാൻ തരണം. ഞാൻ ഉള്ളത് പറക്കി വരുന്നത് എല്ലാം ഞാൻ തന്നോണ്ടിരിക്കാ നിനക്ക്. ഞാൻ പറക്കാണല്ലോ. ഞാൻ നാട് നിങ്ങളെ പറക്കിക്കൊണ്ട് വരാം. ഞാൻ അറിയില്ല. അച്ഛൻ ഓടി വന്നു. സെറ ചേച്ചിയാണ്. എടാ സെറതാ ഇവിടെ കളിക്കാതിരിക്കുന്നുണ്ടോ? ഇവര് സെറ കളിക്കായിരുന്നുണ്ടോ? അപ്പൊ ഞാനും തൗഫിയായിട്ട് ഇത് അച്ഛൻ ഓടി വന്നു. സെറ ചേച്ചിയാണ്. എടാ സെറതാ ഇവിടെ കളിക്കാതിരിക്കുന്നുണ്ടോ? ഇവര് സെറ കളിക്കായിരുന്നുണ്ടോ? അപ്പൊ ഞാനും തൗഫിയായിട്ട് ഇത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്താണോ? ഞാനും തൗഫിയായിട്ട് വീഡിയോ കോൾ വിളിച്ചത് ഇപ്പോഴല്ലേ? കളിച്ചോണ്ടിരിക്കുവാന്ന് പറഞ്ഞ്. അപ്പൊ ഇതിന് തൊട്ട് മുന്നെയാണെന്ന് തോന്നുന്നത്. ഞാൻ അപ്പം സരക്കണ്ണന്റെ അടുത്ത് വീഡിയോ കോളിൽ വാന്ന് പറഞ്ഞു. അപ്പം സെറയെ സരക്കണ്ണായിട്ട് വീഡിയോ കോളിൽ വന്നു. അതല്ലേ അപ്പൊ കേക്ക് കട്ടിങ് ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചില്ലേ? അളിയാ എനിക്ക് ഒന്നും ഇല്ല. അളിയാ ഹീലൊന്നും ഇല്ല.
എടാ വീട് കയറി പറക്കടാ മയിരേ ഞാൻ നിനക്ക് നീ എന്തിന് ആടെ ഇല്ല അളിയാ, രണ്ടുപേരും പച്ചയാമുള്ള ഗണ്ണുണ്ട്. ഞാൻ അടിച്ച് തൂപ്പൊന്നൊക്കെ പറഞ്ഞേ. ഇല്ല. എനിക്ക് എടാ വീട് കയറി പറക്കടാ മയിരേ ഞാൻ നിനക്ക് നീ എന്തിന് കാണിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഞാൻ ഓരോ വീട്ടിൽ ഓടിക്കേറി പറക്ക്. അല്ലെ ഗണ്ണ് വീകളെ എക്സ് അടിക്കടാ എക്സ് അടിക്ക് എക്സ് അടിക്ക്. ഞാൻ ഓരോ വിഷയം പറക്കണതാണ് എന്റെ ലൂട്ട്. നീ ഓരോ വീട് കയറി പറക്കുന്നത് നിന്റെ ലൂട്ട്. അല്ലാതെ പബ്ജിക്കകത്ത് എല്ലാ സാധനങ്ങളും നിനക്ക് ഞാൻ പിന്നെ പണ്ട് നിരത്തി തരാം ഇവിടെ. അല്ലെ എനിമി ഒന്നും വരൂലേ അളിയാ? എടാ അളിയ ഇത് എറാങ്കലാണ്. ഇതിൽ ഇങ്ങനെയാ. ഇതിൽ ലൂട്ട് എടുത്ത് പയ്യെ സോൺ സിങ്ക് ആവുന്നതിനനുസരിച്ച് നമ്മൾ പയ്യെ ആൾക്കാരെ കണ്ടുപിടിച്ചടിക്കണം. അല്ലാതെ എല്ലായിടത്തും എനിമി അങ്ങ് ഇരിക്കുമല്ല. സൂപ്പർ സൂപ്പർ ലൂട്ട് ചെയ്യാത്ത വീടൊക്കെ പോയി ലൂട്ട് ചെയ്യണം. അടിച്ച് തിരിച്ചു നിന്റെ വീട് സയ്യാവേ സയ്യാവേ. എടാ ജിമ്മറെ വെൽക്കം വെൽക്കം. ഇവിടെ എന്തിനാ നടക്കുന്ന ഇവിടെ എന്തിനു നടക്കുന്ന അലർച്ചയും വിളിയും കേൾക്കുന്ന കേട്ടല്ലേ ഞാൻ കിടന്ന്. മടുത്ത് അവൻ എല്ലാം പറക്കി കൊടുക്കണം. അവനിപ്പൊ അച്ഛനൊഴിച്ച് എല്ലാം ചോദിച്ചു എന്നോട്. ഈ വീട് എനിക്ക് തന്നിട്ട് ഈകളൊന്ന് ലൂട്ട് ചെയ്ത് അതെങ്ങനെ കറക്റ്റ് ആവും? ഞാനൊന്നും ലൂട്ട് ചെയ്യുന്നില്ല. ഞാൻ താഴെ ഉണ്ട്. എന്റെ എല്ലാ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. നീ എന്തേലും വേണേ പറക്കിക്കൊണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ചാറ്റ് ഉണ്ടാ വാറാനല്ലോ എന്നൊക്കെ. ഞാൻ അപ്പുറത്തെ അവളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തോണ്ട് ഇത് കേക്ക് മുറിക്കുന്നതിന്റെ ഇപ്പുറത്തെ ഇവിടെ കൊലയടി കിടക്കുന്നു. ഇത്ര നിറച്ച് ലൂട്ട് ഇരുന്നിട്ട് ഒന്നും തരുന്നില്ല കണ്ട. ഞാൻ വാരി വെച്ചിരിക്കണം. നീ ഇപ്പൊ വാരി ഇടറാ അവിടെ. എടാ നിനക്ക് എല്ലാ വീടും ലൂട്ട് ചെയ്തോ? നീ ലൂട്ട് ചെയ്തോ? വേറെ വീട് ലൂട്ട് ചെയ്യും. അവിടെ അത്രയും വീട് കിടക്കല്ലേ? അല്ലെ കാടത്തിന് പോയാലോ? ഡ്രൈവ് പോവാ നീ കപ്പിൾസാ ഡ്രൈവ് 4 മുട്ട തെറി വിളിക്കുമ്പോ സൂപ്പർ കാണാനുള്ള ഉണ്ട് കേട്ടാ. ഡ്രൈവ് പോവാ അളിയാ ഡ്രൈവ് പോവാന്ന് ഡ്രൈവ്. കോർട്ടാർപ്പി ഉണ്ടോ ബ്രോ? പറയാ നീ ലൈവ് വൃത്തിയാണ് ലൈവിലെ ഞാൻ ലൈവ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. നീ എന്താ ഗിഫ്റ്റ് കൊടുത്തേ? സഹിക്കുന്ന എങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. എടാ ഞാൻ അവക്കൊരു ഷൂസ് മേടിച്ചു കൊടുത്തായിരുന്നു. അവക്ക് അതായിരുന്നു വേണമെന്നുള്ള ഇത് മൈൻഡിൽ ഉണ്ടായതാണ്. ഞാൻ അത് മേടിച്ചു കൊടുത്തു. ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. വില കൂടിയ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്തോണ്ട് അവളുടെ ഇഷ്ടം അതാണെന്ന് ഞാനൊക്കെ മാറ്റി. ഇതാണ് നിനക്ക് ഇഷ്ടം ഞാനൊക്കെ പറഞ്ഞു. അതാണ് അവക്ക് ഇഷ്ടം. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് തരട്ടെ നിനക്ക്? ആരാ? അതെന്താ ഞാനിപ്പോ ഒരു മൂഞ്ചരതാടാ നീ പറഞ്ഞ? ഞാനൊരു മൂഞ്ചരടാടാ നീ പറഞ്ഞ? അത് കേട്ടോ സരക്കെ. സരക്കിനെക്കാട്ടി നല്ല ഒരാളെ എവിടെ കിട്ടും? അതൊക്കെ അത്രേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ പറ്റും. ഈ കണ്ണമ്പൂറി ആരെങ്കിലും ഒന്ന് കൊന്നപ്പാ എടാ ഇവന്റെ വായ നടച്ചു വെക്കാൻ പറ്റും ഉത്തരത്തേക്ക്. അവ എന്തിനാ നമ്മൾ ഇവിടെ എന്തിനു കിടന്നാലും എന്റെ അലപ്പലപ്പ്. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു മനസ്സിലായ? അതിന്റെ ഇടയ്ക്ക് അവൻ നല്ലൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിന്റെ പറ്റിയ ആളെ ചാവടി യന്ത്രത്തിന് പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കണം. നീ ഒരു ഇത്രയും കേട്ടിട്ട് അവളെ ഒന്ന് വിഷ് ചെയ്തോ? പന്നെ പൊണ്ടച്ചി സത്യം ഒരു ബർത്ത്ഡേ ഒരു വിഷയമില്ല. ഹാപ്പി ബർത്ത്ഡേ സറ. ഒരു ബന്ധമില്ല. ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഒരു അരമണിക്കൂർ സറ. ഈ ഒരു വണ്ടി തരാ എടുത്തോട്ട് പോയി നീ എവിടെയും അടി ഉണ്ടാക്കി. ഞങ്ങൾ 3 പേരോട് കളിച്ചോളാം. നീ ഒരു കാര്യം നീ ആ വണ്ടി എടുത്ത് പോക്കോ. പൊക്കോ. ഒരു മെസ്സേജ് ഒരു കമന്റ് ഉണ്ടാ. 2 couples on street. വിട്ട് നീ അതീ പൊക്കോ. ഫ്രണ്ടിൽ ഇതാ ഒരുത്ത പറക്കുന്നത്. എടാ നീ വാ. നമ്മളെ കൊല്ലിക്കടാ. ഫ്രണ്ടിൽ ആളുണ്ട് കേട്ടാ. ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നു. ആ ഈ കോമഡി ആളുണ്ട്. ഈകളെ ജസ്റ്റ് കോമഡി ആളുണ്ട്. ഈകളെ ഈ കോമഡി ആളുണ്ട്. മിണ്ടല്ലേ നീ മിണ്ടല്ലേ കിടന്ന് അലക്കല്ലേ മറ്റേ പൊട്ടി വീട് കേട്ടാ. അത് വീടോടാ. മറ്റേ വീട് നോക്കായി.
ഫ്രണ്ടിലെ റിഡ്ജിലുണ്ട് രണ്ടുപേരും അവന്മാർ രണ്ട് ചാടി നേടിക്കൊണ്ടിരിക്കുക. എടാ ഇനി മെയിൻ സീൻ ഏതാണ്? എവിടെ Last അവന്മാർ പറന്നിറങ്ങി 4 പേരും പറന്നിറങ്ങണം. ഓടിക്കും സീരിയസ് ഗെയിം പ്ലേ. എന്റെ സീരിയസ് അല്ല. പിന്നെ എല്ലാം ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നു. രണ്ടുപേരേ ഉള്ളു ഉമ്മ രണ്ട്. എന്റെ ഒന്നും ഇല്ല ജ്യൂസും പറയുന്നു. പിന്നെ എല്ലാം ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന സർവത്തും ഷെയ്ക്കും മോട്ടോക്സും എല്ലാം എല്ലാം തരാം. നേരമായി അവന്റെ. അവന്റെ അടി ചോദിക്കണേ. ഇതാ കിടക്കുന്നവൻ. ഇവനല്ല 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 മാസേട്ടോ മാസേട്ടോ. ഇവനാണ് 0477. നൈസ് ബാലൻസറാ. ഒരു സെറ അടിച്ചിട്ട് കേട്ടോ. ഞാൻ തരാം ഇല്ല ഇല്ല ചുമ്മാ പറഞ്ഞു അത് വെച്ചോ വെച്ചോ. എവിടെ പോണു ഡേ തിരിച്ച പോലെ പോലെ ഡേ 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 എവിടെ പോണു ഡേ തിരിച്ചറിപ്പോ. ബാക്കില് എടാ ഇവ എവിടുന്നാ അടിക്കുന്നേ? ചന്തിക്കരണം കിട്ടിയാട്ടാ. ഇവിടെ കാണാം ഇവിടെ കാണാം. 13:49. എവിടെ നിന്നോ അടിച്ചു. എടാ എന്നെ ഒന്ന് പൊക്കോ. ഞാൻ അപ്പുറം ഞാൻ കവറില്ല കവറില്ല സ്മോക്ക് ഇട്ടിട്ട് ഓക്കെ. എടാ അപ്പുറത്തുനിന്ന് അടിച്ചടാ കഴിവരടാ. ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ട് ആ ഇനി പോയി ഇതാ എവിടെ അവ എങ്ങനെ അടിച്ചത്? എടാ ഒന്ന് പൊക്ക് ചത്ത് പെട്ടെന്ന് തൊട്ടില്ലേ ചത്തു. തൊട്ടോ എന്നെ തൊട്ടോ. ഇവന് അടിയാണ്. ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ഫസ്റ്റ് എയ്ഡ് വരും ഫസ്റ്റ് എയ്ഡ് ഒന്നും ഉണ്ടല്ലോ. വേണം വീട്ടിൽ തിരിച്ചുതരാം. ഹെൽമെറ്റ് തിരിച്ചുതരാം. എന്റെ ഇല്ല. എന്റെ ഫസ്റ്റ് എയ്ഡ് ഇല്ല. ഹെൽമെറ്റിന്റെ പേരും പറഞ്ഞെന്തായാലും പോണ കേട്ടോ. 13 നോക്കട്ടെ. ഇനിയൊരു സീനുണ്ട്. ഓക്കെ ഇനി സ്കിപ്പ് ചെയ്യില്ല. ബാൻഡേജ് വേണേ തരാം. അമ്മോതാ ഇവിടെയൊക്കെ ഒന്ന് നിക്കുന്നു. ഇത്ര നേരമായിട്ട് അനങ്ങാതെ കഴിവേറി. ഞാൻ എത്തും തോന്നില്ല. ആ സ്മോക്കിനെ ഇടിച്ചു എവിടത്തൊക്കെയാണ് അടിക്കുന്നത് ഈ ചെറ്റ. ഇല്ല പോവാൻ പറ്റണ്ടേ. വണ്ടി എടുക്കണമെങ്കിൽ അവിടെ പോണം. അതല്ലേ സീൻ. ഫസ്റ്റ് എയ്ഡും ഇല്ല ഒന്നുമില്ല കേട്ടോ. നമ്മള് ചത്ത് കേട്ടോ. നമ്മള് ചത്ത് ജീവിതം തീർന്നു നമ്മളാ. ഈകള് നക്കുന്ന അതിന്റെ ഇടയിരുത്. ഈകള് അതിന്റെ ഇടയിൽ നക്കുന്ന ഓരോത്തന്മാരെയൊക്കെ. വാ കേറി. ഈ പോഞ്ഞ വണ്ടിയിലും പോ. കേറി പെട്ടെന്ന് കയറില്ലേ. കേറ് ചാവൂല്ലെങ്കിൽ. ഞാൻ സീറ്റ് ചേഞ്ച് അടിച്ച് ഓടിക്കോ. പ്രശാന്ത് ബ്രോ താങ്ക് യു സോ മച്ച്. വണ്ടി സീറ്റ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത് ചത്ത് കളഞ്ഞങ്ങ് ആത്മഹത്യ ചെയ്ത അങ്ങ്. ഗൈസ് അപ്പൊ സിറ്റി കയറാം. 9 മണിയായി. ഇനി സിറ്റി കയറാം. ഓടിയേട്ടാ ലെഫ്റ്റി കൂടെ ഓടണം. നോക്കിയപ്പോ ആള് തിരിഞ്ഞു പോലും നോക്കാതെ ഓടിക്കളഞ്ഞു.